ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകാൻ കോൺഗ്രസ്. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഡിജിപിക്ക് പരാതി നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ വീടിന് മുന്നിൽ സമരം നടത്തുമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തവർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഷാഫി പറമ്പിലിനും കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഷാഫിയെ മർദ്ദിച്ച സംഭവത്തിൽ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് കോൺഗ്രസ് പരാതി നൽകും. പോലീസുകാർക്ക് നടപടി ആവശ്യപ്പെട്ട് ഡിജിപിക്കും പരാതി നൽകി. 2 ഡിവൈഎസ്പിമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഡിജിപിക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ എസ്പി വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. പോലീസ് നടപടിയിൽ പരിക്കേറ്റ് ഐസിയുവിൽ കഴിയുകയായിരുന്ന ഷാഫി പറമ്പിലിനെ ഇന്ന് റൂമിലേക്ക് മാറ്റി. ഷാഫിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും വൈകാതെ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. RSP നേതാവ് ഷിബു ബേബി ജോൺ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ തുടങ്ങി നിരവധി നേതാക്കൾ ഷാഫിയെ കാണാൻ ഇന്ന് ആശുപത്രിയിലെത്തി. ഇത് കാടത്തമാണ്. ഒരു കാടന്മാരെ കൊണ്ട് മാത്രം ചെയ്യാനൊക്കുന്ന ഒരു സംഭവമാണ്. ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം. ഇതിനിടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നലെ പേരാമ്പ്രയിൽ UDF നടത്തിയ പ്രതിഷേധ സംഗമത്തിനെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയുന്ന 354 പേർക്കെതിരെയാണ് കേസ്. മീഡിയ 1 കോഴിക്കോട്.